നമസ്കാരം, ഗാഡ്ജറ്റ്സ് വണ്ണിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കരുത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റെൽത്ത് പ്ലെയർ ആണ്. സ്റ്റെൽത്ത് പ്ലെയർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുറത്ത് അല്ലെങ്കിൽ ഒരു ബസ്സിലാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഹെഡ്ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഫോണിൽ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നത് നമ്മുടെ ബാക്ക് സ്പീക്കർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ഒച്ചത്തിലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഹെഡ്ഫോൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലെയർ യൂസ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇയർ പീസ് വഴി മ്യൂസിക് പ്ലേ ചെയ്ത് തരും. എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗം വഴി നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് തരും. ഈ ഭാഗം വഴി നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് വരും. സോ അതുകൊണ്ട് നമുക്ക് ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോണൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഫോൺ എടുത്ത് കാതിൽ വെച്ച് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. 8-bit ഫോട്ടോ എഡിറ്റർ എന്നാണ് ഞാൻ ഇനി കാണിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോട്ടോസിനെയൊക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇതൊരു നോർമൽ ഫോട്ടോ എഡിറ്റർ അല്ല. ഇതിൽ കുറച്ച് ആനിമേഷൻ ബേസ്ഡ് ഫോട്ടോ എഡിറ്റിംഗ് ആണ്. കുറച്ചുകൂടി നമ്മളൊരു ഡീറ്റെയിൽഡ് എഡിറ്റർ ഇതൊരു ഫ്രീ വേർഷൻ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് ഒരുപാട് എഡിറ്റ്സ് ചെയ്യുന്നതിനേക്കാളും ഇത് വെച്ചൊരു സിമ്പിൾ എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ഫോട്ടോനെ, നമ്മുടെ ഒരു പിക്കിനെ ഒരു ആനിമേഷൻ രീതിയിൽ എത്തിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്ത് ഫോട്ടോസൊക്കെ ഇടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒരു ഫോട്ടോ ലവർ ആണെങ്കിൽ ശരിക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഡബിൾ ഹോം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഫോൺ സ്ക്രീൻ ഓഫ് ആവും. ഇപ്പോൾ നമ്മുടെ ഫോൺ സ്ക്രീൻ ഓഫ് ആക്കാനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി മേളിൽ വരെയൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഹോം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോയിട്ട് മോർ ഫീച്ചേഴ്സിൽ പോവുക, അഡ്വാൻസ് ഫീച്ചേഴ്സ്. അത് കഴിഞ്ഞിട്ട് ക്വിക്ക് ലോഞ്ച് ക്യാമറ എന്നുള്ളത് ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്തിടുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ ഇത് വർക്ക് ആവത്തുള്ളൂ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ റിവാർഡ്സ് എന്നാണ്. ഗൂഗിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്ന് ഗൂഗിളിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഗൂഗിൾ നമുക്ക് കാശ് തരും. അപ്പോൾ ഗൂഗിൾ കുറച്ച് സർവീസ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ കണ്ടക്ട് ചെയ്താൽ നമുക്ക് 10 രൂപ 20 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ടേക്ക് സർവേ കൊടുത്താൽ നമുക്കിങ്ങനെ വരും. ഇതേപോലെ ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. 3-4 ക്വസ്റ്റ്യൻസ് കാണും. അതിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ കാശ് തരും. ഈ കാശ് വെച്ച് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പെയ്ഡ് ആയിട്ടുള്ള ആപ്സോ ഗെയിംസോ മൂവീസോ എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഗൂഗിൾ പേ കാർഡിലേക്ക് ആഡ് ആയി കിടക്കും. അപ്പോൾ ഇതൊരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വാൾപേപ്പർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മുടെ പേര് എഴുതിയിരിക്കുന്ന രീതി തന്നെ വല്ലാത്തൊരു വൾഗർ രീതിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു വാൾപേപ്പർ കളക്ഷൻസ് ആണ്. ഇത് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. കിട്ടും, എന്നാലും കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ റെയർ ആയിട്ടുള്ള വാൾപേപ്പേഴ്സൊക്കെ നമ്മുടെ HD ക്വാളിറ്റി വാൾപേപ്പേഴ്സൊക്കെ നമുക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാൾപേപ്പർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാറ്റഗറീസ് ചൂസ് ചെയ്താൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഏതാണോ ആ രീതിയിൽ നമുക്ക് വാൾപേപ്പേഴ്സ് കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്യുക. നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു ഐക്കൺ കാണാം, അതിൽ കൊടുത്താൽ നമുക്ക് വാൾപേപ്പർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ആംപി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് വേറൊരു ഫോണുമായിട്ട് കണക്ട് ചെയ്ത് 2 ഫോണിലും കൂടി ഒരുമിച്ച് നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഐഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ ഐഫോണിൽ നല്ല ഒച്ചത്തിൽ സൗണ്ട് വരും, നല്ല
സൗണ്ട് കിട്ടുന്ന ഡിവൈസാണ് ഐഫോണൊക്കെ. അപ്പോൾ ഐഫോണൊക്കെ ആയിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഐഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐഫോൺ ടു ഐഫോണേ പറ്റത്തുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ആ ഫോണിലും ഡൗൺലോഡ് ചെയ്യണം. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാപ്പ് ടു ഫൈൻഡ് മൈ ഫോൺ. നമ്മുടെ ഫോണിപ്പോൾ ഓഫായി എവിടെയെങ്കിലും ഏതെങ്കിലും ഡ്രസ്സിൻ്റെയൊക്കെ അടിയിലൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ക്ലാപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ റിംഗ് ടൂൺ ഏതാണോ ആ റിംഗ് ടൂൺ നമുക്ക് കേൾക്കും. അപ്പോൾ ഫോൺ എവിടെയാണോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മൈക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാണ്. ഞാൻ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ റിംഗ് ടൂൺ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ശരിക്കും യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ചില ഫോൺസിൽ ഇത് വർക്കാവത്തില്ല. ഇത് ഫീനിക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്വിറ്റർ ക്ലയൻ്റ് ആണ്. ട്വിറ്റർ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ബീറ്റ വേർഷൻ ആണ്, ഫ്രീ ആണ്. ഇത് റിലീസായി കഴിഞ്ഞാൽ ഇത് പെയ്ഡ് വേർഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ തീം മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പിയറൻസ് പോയിട്ട് തീം കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് തീമാണ് ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ ഒരു വൈറ്റ് തീം ആക്കി കാണിച്ചു തരാം. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വൈറ്റ് തീമിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ മൊത്തം അപ്പിയറൻസ് അങ്ങ് മാറി വൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഹൈപ്പോകാം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് അടിപൊളി നല്ല സൂപ്പറായിട്ട് കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് നമ്മൾ എടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഇടുന്ന ആളാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഇടും. അപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ ഇതുവഴി എടുക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു DSLRൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഹൈപ്പോകാം മാത്രം മതി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെയും കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. വേറെയും ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ. അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എക്സ്പീരിയൻസ് കൂടും. അടുത്തെന്ന് പറഞ്ഞാൽ ഗൂഗിൾ വാൾപേപ്പർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ പിക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ ആൻഡ്രോയിഡ് ഓയിലൊക്കെ ഇനി വരാൻ പോകുന്ന വാൾപേപ്പേഴ്സ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഗൂഗിൾ എർത്തിൽ നിന്നുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആർട്ട് ബേസ്ഡ് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഏത് ഫോണിൻ്റെ റെസൊല്യൂഷൻ ഏതാണോ ആ റെസൊല്യൂഷനിൽ തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഇമേജസ് കിട്ടുന്നുണ്ട്. അത് വളരെ ഉപകാരപ്രദമാണ്. ഇപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻസ്. കുറച്ച് അടിപൊളി ആപ്ലിക്കേഷൻസാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് 3 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യാം, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം. താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.